ബിജെപിയുടെ പുതിയ അധ്യക്ഷ സ്ഥാനത്തേക്ക് 3 വനിതാരത്നങ്ങളുടെ പേരുകൾ ഉയർന്നു കേൾക്കുകയാണ്. 3 പേരും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളവർ. ഒന്നും കാണാതെ നരേന്ദ്രമോദി ഇങ്ങനെ ഒരു നീക്കം നടത്തില്ല. ദക്ഷിണേന്ത്യയിലെ സ്ത്രീ നേതാക്കന്മാരെ അധ്യക്ഷ പദവിയിൽ കൊണ്ടുവരുന്നതിലൂടെ സൗത്ത് ഇന്ത്യ കൈപ്പൊടിയിൽ ഒതുക്കുക എന്ന കൃത്യമായ അജണ്ടയും ഇതിനു പിന്നിലുണ്ട് എന്നത് വ്യക്തം. തെക്കേ ഇന്ത്യയിൽ ഊർജിതമല്ലാത്ത ബിജെപിയെ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കുക, സ്ത്രീ ശാക്തീകരണത്തിനൊപ്പം ദക്ഷിണേന്ത്യയിൽ താമര വിരിയിക്കാനുള്ള മികച്ച ആസൂത്രണം കൂടിയാവുകയാണ് ഈ പട്ടിക. വനിതാ വോട്ടർമാരിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിച്ചതിനെ തുടർന്നാണ് ഇത്തവണ വനിതാ പ്രസിഡന്റിനെ പരിഗണിക്കുന്നത് എന്നാണ് വിവരം. 2023 വനിതാ സംവരണ ബിൽ പാസാക്കിയതും വനിതാ രാഷ്ട്രപതിയെ നിയമിച്ചതും ബിജെപിയുടെ ഈ നീക്കത്തിന്റെ തുടക്കമായിരുന്നു. 2008 ബിജെപിയിലെത്തിയ നിർമ്മല സീതാരാമന്റെ പേര് തന്നെയാണ് 3 പേർ പട്ടികയിൽ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതലായി ഉയർന്നു കേൾക്കുന്നത്. ആദ്യ മോദി സർക്കാരിൽ സാമ്പത്തിക വ്യവസായ വകുപ്പ് സഹമന്ത്രിയായി, 2017 കേന്ദ്ര പ്രതിരോധ മന്ത്രിയായി, 2019 ബാലാക്കോട്ട് തിരിച്ചടി നൽകിയ സമയം ചുമതല വഹിച്ചു. പിന്നീട് 2019 രണ്ടാം മോദി സർക്കാരിൽ സാമ്പത്തിക കോർപ്പറേറ്റ് കാര്യമന്ത്രിയായി. നിലവിൽ രാജ്യസഭാംഗമായ നിർമ്മല 3ാം മോദി സർക്കാരിലും ഈ പ്രധാന ചുമതലകൾ വഹിച്ചു വരികയാണ്. തമിഴ്നാട്ടിലെ മധുര സ്വദേശിയായ നിർമ്മല നിലവിലെ പ്രസിഡന്റ് JP നദ്ദയും BJP ജനറൽ സെക്രട്ടറി BL സന്തോഷിനെയും അടുത്തിടെ കണ്ട് ചർച്ച നടത്തിയിരുന്നു. പ്രതിരോധം കൈകാര്യം ചെയ്ത, ധനകാര്യം കൈകാര്യം ചെയ്ത ഒരു സ്ത്രീ ഒരിക്കലും മോശമായ ഒരു ചോയ്സ് അല്ല. നിലപാടുകളിലെ കാർക്കശ്യം, പതറാത്ത മനസ്ഥൈര്യം, ഇതൊക്കെയാണ് നിർമ്മല സീതാരാമനെ എപ്പോഴും ശ്രദ്ധേയാക്കുന്നത്. പലപ്പോഴും മാധ്യമപ്രവർത്തകരെ പോലും മറുചോദ്യത്താൽ നിശബ്ദരാക്കിയിട്ടുള്ള നിർമ്മല സീതാരാമൻ സാമ്പത്തിക ശാസ്ത്രത്തിലാണ് JNUവിൽ നിന്ന് PhD പൂർത്തിയാക്കിയത്. പിന്നീട് മൾട്ടിനാഷണൽ കമ്പനികളിലെ ഉദ്യോഗസ്ഥയായി പ്രവർത്തിച്ചു. 90കളുടെ അവസാനത്തോടെയാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. പ്രതിരോധം അരുൺ ജെയ്റ്റ്ലിക്ക് തന്നെ എന്ന റിപ്പോർട്ടുകളെ അവസാന നിമിഷം പിന്തള്ളിയാണ് 2017 നിർമ്മല സീതാരാമനെ പ്രതിരോധ വകുപ്പ് ഏൽപ്പിക്കുന്നത്. അഴിമതി വിരുദ്ധ പ്രതിച്ഛായയും മോദിയുടെ വിശ്വസ്തയും ജെയ്റ്റ്ലിക്ക് പ്രിയങ്കരിയായതുമൊക്കെ അന്ന് നിർമ്മലയെ സുപ്രധാന വകുപ്പ് ഏൽപ്പിക്കുന്നതിന് കാരണമായി പലരും വിലയിരുത്തി. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ആദ്യമായാണ് ഒരു വനിത പ്രതിരോധ മന്ത്രിയായത്. ആദ്യമായി മുഴുവൻ സമയം ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആദ്യ വനിത എന്ന റെക്കോർഡും നിർമ്മല സീതാരാമന്റെ പേരിലാണ്. കർണാടകയിൽ നിന്നാണ് നിർമ്മല രാജ്യസഭയിലേക്ക് എത്തുന്നത്. കർണാടകക്കാർക്ക് വേണ്ടി അവരുടെ ഭാഷ പഠിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അവർ കന്നഡ മണ്ണിനും പ്രിയങ്കരിയായി. BJP രാഷ്ട്രീയത്തിൽ സജീവമായ രംഗത്തുണ്ടായിരുന്ന ഭർത്താവ് പ്രഭാകർ ചിരഞ്ജീവിയുടെ പ്രജാരാജ്യം പാർട്ടിക്കൊപ്പം ചേർന്നപ്പോഴും നിർമ്മല BJPക്കൊപ്പം തന്നെ നിന്നു. നിർമ്മലയുടെ അക്കാദമിക് യോഗ്യതകൾ പരിഗണിച്ചാണ് വാണിജ്യ വകുപ്പിന്റെ അമരത്തേക്ക് എത്തിയത്. വാണിജ്യ വകുപ്പിൽ നടത്തിയ മികച്ച പ്രകടനമാണ് നിർമ്മല സീതാരാമനെ പ്രതിരോധമേൽപ്പിക്കാൻ കാരണമായത് എന്നാണ് 2017 മന്ത്രിസഭാ പുനഃസംഘടനാ സമയത്ത് നരേന്ദ്രമോദി പറഞ്ഞത്. തിരുച്ചിറപ്പള്ളി സീതാലക്ഷ്മി രാമസ്വാമി കോളേജിൽ നിന്ന് ബിരുദം, ദില്ലി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം, പ്രശസ്തമായ JNU ക്യാമ്പസിൽ വെച്ച് സ്വന്തം പ്രണയവും അവർ കണ്ടെത്തി. 1970കളിൽ ആന്ധ്രാപ്രദേശിൽ മന്ത്രി പദവി വരെ അലങ്കരിച്ച വ്യക്തികളുള്ള കുടുംബത്തിലെ പരകാല പ്രഭാകർ. പരകാല നിർമ്മലയുടെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടം ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ ഗവേഷണം. പഠനത്തിനു വേണ്ടി പണം കണ്ടെത്താൻ അക്കാലത്ത് റീജൻ സ്ട്രീറ്റിലെ ഒരു കടയിൽ സെയിൽസ് ഗേളായും ജോലി ചെയ്തിട്ടുണ്ട്. BBC റേഡിയോ തമിഴ് വിഭാഗത്തിൽ വിവർത്തകയായി കുറച്ചുനാൾ ജോലി നോക്കി. പിന്നീടാണ് പ്രൈസ് വാട്ടർ ഹൗസിൽ അനലിസ്റ്റ് എന്ന പദവിയിൽ എത്തുന്നത്. എന്തായാലും പട്ടികയിലെ 3 സ്ത്രീകളിൽ ഏറ്റവും ഉയർന്ന രീതിയിൽ തന്നെയാണ് സീതാരാമന്റെ പേര് ഉയർന്നു കേൾക്കുന്നത്. എന്തായാലും ഒരു വനിതാ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടാൽ അത് നിർമ്മല സീതാരാമൻ തന്നെ ആയിരിക്കും എന്നാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ചില അഭിപ്രായങ്ങൾ. കാരണം അവർ നരേന്ദ്രമോദിക്ക് മാത്രമല്ല ഇന്ത്യക്ക് ഒന്നടങ്കം പ്രിയങ്കരിയായ ഒരു വനിതാരത്നമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.